ഒരു പോലീസ് ഓഫീസും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും ഓൺലൈൻ വഴി പൈസ ചോദിച്ച് കേസ് ഒതുക്കാൻ നോക്കത്തില്ല. നമ്മുടെ സ്പോട്ടിഫൈ ആപ്പ് ഉണ്ടല്ലോ, പാട്ട് കേൾക്കാനായിട്ട്, അത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അതിനൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തു. സ്പോട്ടിഫൈ ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ ആ ക്രാക്ക് ചെയ്ത സ്പൈവെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ റെക്കോർഡിങ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രീനിൻ്റെ മൊത്തം സ്ക്രീൻ ഫുള്ള് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്ക്രീനിൽ വരുന്ന OTPയും സ്ക്രീൻ ക്യാപ്ചർ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വരുന്ന കോളുകൾ, മെസ്സേജസ്, ഈവൻ അതിൽ വരുന്ന ബാങ്കിങ് OTP വരെ ഇവിടെ കിട്ടും, കാണാൻ പറ്റും. ഡിജിറ്റൽ അറസ്റ്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്താണ്, അത് ഏത് രൂപത്തിലാണ് കേസ് സംഭവിക്കാറുള്ളത്, ഏത് രൂപത്തിൽ പോലെ നമ്മളിതിൽ പെട്ടുപോകാന്ന് പറയില്ല, ഏത് ഘട്ടത്തിലായിരിക്കും, ഒപ്പം അത്ര സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്? ഉറപ്പായിട്ടും ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പം ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്കാമാണ് ഇല്ലേ. നമുക്ക് ഡെയിലി ഡിജിറ്റൽ അറസ്റ്റിൻ്റെ ന്യൂസുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റായിട്ട് കാണുന്നത് ഡിജിറ്റൽ അറസ്റ്റിന് കോൾ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുകയാണ് ഒരു ട്രെൻഡ് എന്നുള്ളത്. ഞാനിപ്പം വെരി റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മേജർ മീഡിയ അവർക്ക് കോള് വന്ന് അവരത് റെക്കോർഡ് ചെയ്തിടുകയും ചെയ്തു. അതിന് മുൻപ് കണ്ടത് പോലീസ് സ്റ്റേഷനിലോട്ട്, സൈബർ സെല്ലിലോട്ട് ഡിജിറ്റൽ ഫ്രോഡിന്, ഡിജിറ്റൽ അറസ്റ്റിന് ഒരു കോള് വരികയും അവരത് ക്ലിയർ ആയിട്ട് ടാക്കിൾ ചെയ്യുകയും ചെയ്തു. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം വരുന്ന ഒരു ഓട്ടോമേറ്റഡ് കോളായിട്ടായിരിക്കും വരുന്നത്. അതായത് ഞാൻ ഇന്ന ഒരു കൊറിയർ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളൊരു പാഴ്സൽ റിട്ടേൺ ആയി, കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ പറയും. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ക്യൂരിയോസിറ്റി, എൻ്റെ ഏത് പാഴ്സലാണ്, ഞാൻ പാഴ്സലൊന്നും അയച്ചില്ലല്ലോ, സമ്മാനം എന്തെന്നറിയില്ല, ഇനി വേറെ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണോ അറിയില്ലല്ലോ. കാര്യം എനിക്ക് അഫ്സലിന് വേണമെങ്കിൽ അഫ്സലാണ്, ആർക്ക് വേണം അഫ്സലിനൊരു പാഴ്സൽ അയക്കാം അല്ലേ. അഫ്സലിൻ്റെ അഡ്രസ്സ്, അഫ്സൽ ഈ സ്റ്റുഡിയോയുടെ പേരും വെച്ച് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നില്ല, അഫ്സലാണ് എൻ്റെ റെസിപ്പിയൻ്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തുണ്ടെങ്കിലും ഉത്തരവാദിത്വം അഫ്സലിൻ്റെ. ഓക്കെ, സോ നമ്മളെന്താ ക്യൂരിയോസിറ്റി, ആരാണ് എനിക്ക് അയച്ചത്, ഞാൻ എന്ത് ചെയ്യും, ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു കസ്റ്റമർ കയറി പോയിട്ട് പറയും, സാർ ഇത് ഇന്ന കൊറിയർ കമ്പനിയിൽ നിന്നാണ് നിങ്ങളുടെ ഒരു പാഴ്സൽ ഫോർ എക്സാമ്പിൾ മുംബൈ എയർപോർട്ടിൽ കസ്റ്റംസ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അതിൽ അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ അവിടുത്തെ ഓഫീസറുമായിട്ട് കണക്ട് ചെയ്യാം. ഓഫീസറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്താ പറയണ്ട ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. ഒരു വീഡിയോ കോളിലൊക്കെ വന്നിട്ട് ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ഫ്ലാഗ് വെച്ച് മാപ്പ് വയ്ക്കും, പുറകിൽ ഇന്ത്യയുടെ കൊടിയും, എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രയെല്ലാം സെറ്റ് ഇടും, നല്ല രീതിയിൽ സെറ്റ്. എനിക്ക് ഫിലിമിൽ പോലും അത്രയും നല്ല രീതിയിൽ സെറ്റ് ഇടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതിയിൽ വന്നിട്ട് ആദ്യം അവർ ഭയങ്കരമായിട്ട് പാനിക്കാക്കാൻ നോക്കും. അതായത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു എന്ന്. അതായത് അപ്പോൾ പറയും ശരി, ഇതിൻ്റെ അകത്ത് അവർ തന്നെ പറയും ഇതിൻ്റെ അകത്ത് ഡ്രഗ്സ് ഉണ്ടായിരുന്നോ, ഫേക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ, പിന്നെ എക്സ്പയർ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു, എത്രമാത്രം ക്രിമിനൽ കുറ്റമാണെന്നറിയോ. അപ്പം പേടിച്ചു മാറായാലും കാര്യം പോലീസ് യൂണിഫോമിൽ ഒരാൾ വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു പാനിക് സിറ്റുവേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ അടുത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് പാനിക് സിറ്റുവേഷൻ, നമ്മളെ പേടിപ്പിക്കുക. ആ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പറയും ശരി, നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ എന്തോ ആരോ ദുരുപയോഗം ചെയ്തു. ഈവൻ ആദ്യം പോലീസ് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID കാർഡ് നമ്പർ പറയും, നമ്മുടെ ഇമെയിൽ പറയും, ഫോൺ നമ്പർ പറയും. ഇതൊക്കെ ഫോർ സം സോഴ്സ് ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറഞ്ഞാൽ ശരി, നിങ്ങളുടെ ആരോ ID പ്രൂഫോ അല്ലെങ്കിൽ ആധാർ കാർഡോ എവിടെയെങ്കിലും കൊടുത്തത് മിസ്യൂസ് ചെയ്തതാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കി ഇതിന് വേണ്ടി നിങ്ങൾ കുറച്ച് പൈസ അടയ്ക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ UPIയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴിയോ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. ഇതാണ് മെയിൻലി വിർച്വൽ അറസ്റ്റ് നടക്കുന്നത്. റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ കോൾ വന്നപ്പോൾ അവർക്കത് കാര്യം മനസ്സിലായി. തിരിച്ചിങ്ങോട്ട് ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടി സംസാരിച്ചിട്ട് ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റിൽ വന്ന പോലീസ് ഓഫീസർ വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് അറിയാമോ എന്ന് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു. അത് എനിക്കറിയാം, എൻ്റെ അകത്ത് 1 കിലോഗ്രാം ഡ്രഗ്സ് ഇതല്ലേ എന്ന് ചോദിച്ചു. അതോടെ പുള്ളി ഞെട്ടിപ്പോയി, കോള് കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. സോ ഈ ഒരു പാറ്റേണാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഉറപ്പായിട്ടും പാനിക്കാവും. ഈവൻ എനിക്ക് തോന്നുന്നു ചില കേസസ് 1 മാസത്തിന് പുറത്ത് വിർച്വൽ അറസ്റ്റായിട്ട് വീട്ടിൽ ഇരുന്ന കേസസും ഉണ്ട്. കാര്യം 1 മാസത്തേക്ക് എങ്ങും പോകരുത്, ആഴ്ച കഴിച്ചേക്ക് ഞാൻ വിളിക്കും എന്നുള്ള കേസിൽ പറഞ്ഞ് ആരുടെയും സംസാരിക്കാതെ ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സോൾവ് ചെയ്ത് തരാം, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻസ് മാറും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മെസ്സേജ് കൊടുത്ത്
അവരെ അങ്ങ് പാനിക്കാക്കി ശരി ഞാൻ വീട്ടിലെങ്ങും പോകുന്നില്ല, വിർച്വൽ അറസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. സോ ഒരിക്കലും ഇങ്ങനൊരു കേസ് ഉണ്ടാവുന്നെങ്കിൽ പോലീസ് വിളിച്ചു പറഞ്ഞ് വീഡിയോ കോളിൽ കൂടെ വന്ന് അറസ്റ്റ് ചെയ്യുകയും പൈസ ചോദിക്കുകയും ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു കേസിലുണ്ടെങ്കിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് അറസ്റ്റ് ചെയ്യും. അല്ലാതെ വിളിച്ചു പറഞ്ഞ് സമയം നോക്കി മുഹൂർത്തം നോക്കി ഒന്നും വരത്തില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയും ഓൺലൈൻ വഴി പൈസ ചോദിച്ച് കേസ് ഒതുക്കാൻ നോക്കത്തില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രോഡാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വൈറസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷെ പല സമയത്തും കേട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം എന്നുള്ളതും. അപ്പോൾ ശരിക്ക് ഏത് തരം വൈറസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതും എത്തരം പ്രിക്കോഷൻസിന് വേണ്ടി എടുക്കേണ്ടത് എന്നുള്ളതുണ്ടല്ലോ. കാര്യം നമ്മുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, മൊബൈലിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വൈറസോ മാൽവെയർ പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുകയോ എന്നതാണ് ആൻറ്റിവൈറസിൻ്റെ പ്രധാന ഉപയോഗം. പക്ഷെ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ബേസ് ആയിരിക്കും അല്ലേ. കാര്യം നമ്മൾ ഒരു വർഷത്തേക്ക് 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപ കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. അതിന് പകരമായിട്ട് ക്രാക്കുകൾ ഉപയോഗിക്കും ആൾക്കാർ. ഇത് ഒരു ആൻറ്റിവൈറസിൻ്റെ കേസ് മാത്രമല്ല, ഈവൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസാണെങ്കിലും ഏതെങ്കിലും നമ്മുടെ ഫോട്ടോഷോപ്പോ അതുപോലുള്ള സോഫ്റ്റ്വെയറുകളാണെങ്കിൽ പോലും ക്രാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ആരും ഒരു കാര്യവും നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല. മറ്റെന്തോ ഉദ്ദേശം, സ്വന്തം ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ക്രാക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇങ്ങനെയുള്ള ക്രാക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇതിലെല്ലാം സ്പൈവെയറുകളുണ്ട്. അതായത് എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊരു ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് വേറെ എന്തോ ഡേറ്റ അവർക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കേസ് ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ കണക്ഷൻ വഴിയുള്ള ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ അയാൾ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻ ഷെയറിങ് മോഡിലാണെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിൻ്റെയൊക്കെ ആപ്പ് എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ കോളിലോ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയറിങ്ങോ വല്ലോ മൊബൈലിലാണെങ്കിൽ ആപ്പ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നൊരു കൺട്രോളാണ്. പക്ഷേ ഇയാളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. അപ്പോൾ പുള്ളിക്ക് സംശയം പുള്ളിയുടെ ഫോൺ ഹാക്ഡ് ആണോ എന്ന്. അങ്ങനെ വന്നു, പുള്ളിയായിട്ട് സംസാരിച്ചു. അതിൽ നിന്ന് മനസ്സിലായതാണ് നമ്മുടെ സ്പോട്ടിഫൈ ആപ്പ് ഉണ്ടല്ലോ, പാട്ട് കേൾക്കാനായിട്ട്, അത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അതിനൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തു. സ്പോട്ടിഫൈ ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ ആ ക്രാക്ക് ചെയ്ത സ്പൈവെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ റെക്കോർഡിങ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രീൻ ഫുള്ള് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്ക്രീനിൽ വരുന്ന OTPയും സ്ക്രീൻ ക്യാപ്ചർ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വരുന്ന കോളുകൾ, മെസ്സേജസ്, ഈവൻ അതിൽ വരുന്ന ബാങ്കിങ് OTP വരെ ഇവിടെ കിട്ടും, കാണാൻ പറ്റും. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, കാണാൻ പറ്റും. സോ ഈ ബാങ്കിങ് ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ അതിൻ്റെ കൺട്രോൾ വഴി ഡിറ്റക്റ്റ് ചെയ്തു ഈ സ്ക്രീൻ വേറെ ആരോ കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കി, എൻ്റെ കോൺടാക്ട്സ് മൊത്തം പോകും, എൻ്റെ ഫോൺ എൻ്റെ ഇമേജ് മൊത്തം പോകും. ഈവൻ എൻ്റെ ഫോണിൽ വരുന്ന OTP പോലും കാണാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ ഇതെത്തും. സോ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രാക്ക് പോലുള്ള സംഭവങ്ങളിലേക്ക് പോകുന്ന ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് എന്താ പറയണ്ടേ, നമ്മുടെ തന്നെ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് കോഫി ഷോപ്പ് ആ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ എല്ലാ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ പരസ്യം, അതിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ അതിൻ്റെ എൻ്റയർ കാര്യങ്ങളായിരിക്കും. പിന്നെ മൊബൈലിൽ നമുക്ക് ആഡ് വരുന്ന സജഷൻസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഫോൺ ഓഫാക്കി വെച്ച് കഴിഞ്ഞ് സംസാരിക്കുന്ന സമയത്തുള്ള കാര്യം പോലും ക്യാച്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. കാര്യം ഒരുപാട് കോൺട്രവേഴ്സിയും ഒരുപാട് ടോപ്പിക്സും ഉണ്ട്. കാര്യം ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ഏരിയയാണിത്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ മൈക്ക് എപ്പോഴും ഓണാണ്, അതെപ്പോഴും നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. വെബ് സിറി ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനൊന്നും ഒരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. ഇപ്പം നമ്മുടെ സിറി ആണെങ്കിലും നമ്മുടെ ഓക്കെ ഗൂഗിൾ ആണെങ്കിലും
അതൊക്കെ ഒരു പാസീവ് ലിസണിങ് മോഡാണ്. അതായത് അത് ഒന്ന് റെക്കോർഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് അത് ആ വേക്കപ്പ് വേർഡ് കേൾക്കുമ്പോൾ, അതായത് ഹേയ് സിറി എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴോ, ഞാൻ സിറി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഓപ്പണായി, ഹേയ് സിറി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോഴോ ആ വേക്കപ്പ് വേർഡ് വരുമ്പോൾ മാത്രമേ ഇത് ആക്റ്റീവ് ലിസണിങ്ങിലോട്ട് വരത്തുള്ളൂ. അങ്ങനെ ആക്റ്റീവ് ലിസണിലോട്ട് വന്ന ശേഷം മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് ഇപ്പോൾ സിറി ആണെങ്കിൽ സിറിയുടെ ബാക്കി ഡേറ്റ പ്രോസസ്സിങ്ങിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് ഒരു പാസീവ് ലിസണിങ് ആയിരിക്കും, പക്ഷേ അത് റെക്കോർഡ് ചെയ്യുകയോ അത് വേറെ പ്രോസസ്സിങ്ങിലോട്ട് ഒന്നും കൊണ്ടുപോകത്തില്ല. ഇതാണ് ഒരു മേജർ ഒരു സ്റ്റഡിയും മേജർ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പല സ്ഥലത്തു നിന്നുള്ളത്. പക്ഷെ പിന്നെ എങ്ങനെ നമുക്ക് ആഡ് വരുന്നു? അതിന് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് വന്ന ഒരു സ്റ്റോറി എന്നുള്ളത്, ഇപ്പം ഞാനും അഫ്സലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നമ്മളിരിക്കുന്നു, ഒരു കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു. അഫ്സൽ അങ്ങനെ ഒരു കോഫി ഷോപ്പ് തുടങ്ങണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കണമെങ്കിൽ അഫ്സൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരെണ്ണം അഫ്സൽ സംസാരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അഫ്സൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടാകും. ഈ മെറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലുള്ള പല അക്കൗണ്ടുകളും നമ്മുടെ പല ആപ്ലിക്കേഷൻസും നമ്മുടെ ലൊക്കേഷൻ ഇതെല്ലാം ലൊക്കേഷനൊക്കെ എപ്പോഴും ആക്സസ് ഉണ്ടാകും. ഓക്കെ, അപ്പം നോക്കുമ്പോൾ അഫ്സൽ എൻ്റെ ഫ്രണ്ടാണ്, നമ്മൾ മ്യൂച്വൽ ഫ്രണ്ടാണ്, മെറ്റയ്ക്ക് അറിയാമേ നമ്മൾ ഫ്രണ്ടാണ്. നോക്കുമ്പോൾ എൻ്റെ അഫ്സലിൻ്റെ ലൊക്കേഷൻ ഒന്നായിട്ട് വന്നു. അപ്പം ഇത് ബേസിക്കലി ഇത് മനസ്സിലാക്കുന്നത് അഫ്സലിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അത് എൻ്റെ ഇൻട്രസ്റ്റും ആയിരിക്കും. അതെ, മാത്രമല്ല ആദർശിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഓൾറെഡി മെറ്റൊക്കെ അറിയാലോ. അതെ, കറക്റ്റ്. എൻ്റെ പറയാം, അഫ്സലിനത് പറയാം. അപ്പം അഫ്സൽ അങ്ങനെ ഒരു കോഫി ഷോപ്പിനെ കുറിച്ച് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം അഫ്സൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിറിയോടെ ചോദിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും അല്ലെങ്കിൽ വന്ന ഒരു ഇൻസ്റ്റഗ്രാം റീലെങ്കിലും അഫ്സൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അഫ്സലിൻ്റെ ഇൻട്രസ്റ്റഡ് കോഫി ഷോപ്പ് എന്ന അവിടെ ബിസിനസ് അവിടെ എന്തായാലും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ടാണ്, നമ്മൾ ഒരേ ലൊക്കേഷനിൽ വന്നു. സോ ഇതിൻ്റെ അൽഗോരിതം അത് പ്രെഡിക്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് തരും. ഇതാണ് കൺവിൻസിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഇല്ല. അത് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ ഒരു കേസിൽ. പിന്നെ നമ്മളിപ്പം കോഫി ഷോപ്പിൽ ഇരുന്ന് അഫ്സൽ പേ ചെയ്യുക. പേ ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ ഗൂഗിൾ വഴി പോകുന്നതും ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡോട്ട്സിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു കേസ് അങ്ങ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പോലീസിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസിനെ എല്ലാം കോറിലേറ്റ് ചെയ്ത് അവരൊരു സ്റ്റോറി ബിൽഡ് ചെയ്യും. ആ സ്റ്റോറിയാണ് പിന്നെ ആ സ്റ്റോറിയിലോട്ട് എത്തിക്കുന്ന എവിഡൻസുകൾ വരുമ്പോഴാണ് അതൊരു ക്രൈമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത്. എല്ലാം ഹൈപ്പോത്തിസിസ് ബേസ്ഡാണ് പോകുന്നത്. ഇതിൻ്റെ അൽഗോരിതം ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വന്നു, കോഫി ഷോപ്പിൽ പേയ്മെൻറ്റ് ചെയ്തു, ഈ അൽഗോരിതം വിചാരിക്കും ഓക്കെ സെയിം ഇൻട്രസ്റ്റ് എനിക്കും ഉണ്ടാവും, സോ അതെനിക്കും ട്രിഗർ ചെയ്യും. ഇപ്പം വേറെ എന്താണെന്ന് പറഞ്ഞപ്പോൾ അഫ്സൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജ് ലൈക്ക് ചെയ്തു, ഉറപ്പായിട്ട് അഫ്സലിൻ്റെ ഫ്രണ്ട്സിനും സജഷൻ പോകും. അത് വിചാരിക്കുന്ന അഫ്സലിന് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ആ ഇൻട്രസ്റ്റ് ഉണ്ടായേക്കാം, കണക്ട് ചെയ്യപ്പെടും. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ബേസിക് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സൈബർ ക്രൈമിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അവർ പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണോ പരാതി കൊടുക്കേണ്ടത്, അതല്ല സൈബർ സെല്ലിലാണോ? പിന്നെ ഏതെല്ലാം തരത്തിലുള്ള സേവനമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ആളുകൾക്ക് കിട്ടാറുള്ളത്? ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് സൈബർ ക്രൈം എന്നുള്ളത് ഇന്നെവിറ്റബിളാണ്. ക്രിമിനൽസ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അവരുടെ വിക്ടിംസിനെ കൊടുക്കാനായിട്ട്. അപ്പോൾ സൈബർ ക്രൈം എപ്പോഴും നടക്കും. നമ്മൾ എത്ര അവെയറായി ഇരുന്നാലും ഞാൻ പറഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ നമ്മളെടുക്കുന്ന ഡിസിഷനാണ് നമ്മളതിൻ്റെ വിക്ടിം ആവണോ ആകണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരള പോലീസിൻ്റെ ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിലും എല്ലാം അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഫ്രം ഫിനാൻഷ്യൽ ഫ്രോഡ്സ്. ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു ഫ്രോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 1 hour ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ശരി, ഞാൻ OTP പറഞ്ഞു കൊടുത്തു, എൻ്റെ പൈസ പോയി, ഞാനവിടെ മിണ്ടാതിരിക്കുകയല്ല വേണ്ടേ. 1 hourനുള്ളിൽ നമുക്ക് 2 ഓപ്ഷൻസാണ് മെയിലിൽ ഉള്ളത്. ഒന്നുകിൽ നമുക്ക് 1930 എന്നുള്ളൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അത്
ഇന്ത്യ മുഴുവനുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ആ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് പോലീസിനാണ് അതിൻ്റെ കൺട്രോൾ റൂമിൻ്റെ ചാർജ് ഉള്ളത്. 1930 വിളിക്കുമ്പോൾ ആ കോൾ സെൻറ്ററിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ കേസ് അല്ലെങ്കിൽ നമ്മുടെ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ബാക്ക് എൻഡായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ബാങ്കുമായിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏത് ബാങ്കിലോട്ടാണ് പോകുന്നത്, ആ ബാങ്കിനെ കണക്ട് ചെയ്ത് അക്കൗണ്ടിൻ്റെ മണി അവിടെ ഫ്രീസ് ചെയ്യാൻ പറ്റും. ആ അതാണ് 1 അവർ എന്നുള്ളത് ഗോൾഡൻ അവറാണ്. ആ അവറിനുള്ളിൽ നമ്മളിത് ചെയ്യണം. 1930 ഒരു ഓപ്ഷൻ. അടുത്തത് cybercrime.gov.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയും നമുക്ക് നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഇതെല്ലാം എത്തുന്നത് ഒരേ ഇനിഷ്യേറ്റീവിൻ്റെ പാർട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻഫോം ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്യാഷ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇത് നമ്മുടെ സംഭവം നടന്നു കഴിഞ്ഞാലുള്ളത്. ഇനി അതിനു മുൻപ് എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യൂസർ എന്ന പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ എല്ലാം നമുക്ക് ഇപ്പം എനിക്കൊന്ന് മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. ബാങ്ക് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് ലിമിറ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് നമുക്ക് തരുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്കൊരു ക്രെഡിറ്റ് കാർഡുണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് ഞാൻ പറയുന്നു, എനിക്ക് ആവശ്യമുള്ളപ്പം മാത്രം അത് ആക്ടിവേറ്റ് ചെയ്താൽ മതി. എനിക്ക് അതിൻ്റെ അകത്ത് എൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം എനിക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയുക, എനിക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യക്കകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ആക്കി വയ്ക്കാൻ പറ്റും. അതിൻ്റെ ഉപയോഗം ഇതെല്ലാം ഡിസേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏവനെങ്കിലും ഞാൻ OTP പറഞ്ഞു കൊടുത്താൽ പോലും ഇവിടെ ഡിസേബിൾ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ലേ, ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആവും, പൈസ പോകത്തില്ല. ഇപ്പോൾ ഞാനും അങ്ങനെ ഓഫാക്കി വെച്ചിട്ട് എനിക്ക് പലപ്പോഴും പറ്റുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ പേ ചെയ്യുമ്പോൾ തിരിച്ച് മെസ്സേജ് വരുന്നത് യുവർ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ബിക്കോസ് ഓഫ് യുവർ സെക്യൂരിറ്റി സെറ്റിംഗ്. പിന്നെ ഞാൻ മൊബൈൽ ആപ്പിൽ പോയി ഞാൻ ആ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്തിട്ട് വേണം എനിക്ക് ആ പേയ്മെൻറ്റ് നടത്താനായിട്ട്. അപ്പോൾ OTP പറഞ്ഞു കൊടുത്താലും എനിക്ക് എൻ്റെ പൈസ നഷ്ടപ്പെടാതെ എനിക്ക് സേഫ് ആവാൻ പറ്റും. അപ്പം ആ ഒരു പ്രിക്കോഷൻസ് നമ്മളെല്ലാം എടുക്കുകയും പ്ലസ് എന്തെങ്കിലും വർക്ക് കേസ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഹെൽപ്പ് എടുക്കാനായിട്ട് ഒരിക്കലും ഒരു ഹെസിറ്റൻസും വിചാരിക്കരുത്. ബിക്കോസ് അവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ടു പ്രൊട്ടക്റ്റ് ഈച്ച് വൺ ഓഫ് അസ്. ഈ കോവിഡിന് ശേഷം സ്കൂൾ കുട്ടികളുടെ ഇടയിലുള്ള മൊബൈൽ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ച കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പലപ്പോഴും പാരൻസ് അറിയാതെ തന്നെ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നു. അതിൽ നിന്ന് വല്ല OTP എന്തെങ്കിലും കൊടുക്കുമ്പോഴാണ് പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ പലപ്പോഴും പാരൻസ് അറിയുന്നില്ല അവർ സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഏതെല്ലാം വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ പാരൻസ് ഇക്കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതും എന്തെല്ലാം റിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ടും. കാര്യം ഇത് വളരെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. കാര്യം അഫ്സൽ പറഞ്ഞ കണക്ക് കോവിഡിന് ശേഷം ഈ ഫോണും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ വന്ന സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് പലതും ഉണ്ടായിരുന്നില്ല. കാര്യം ഫോൺ വഴിയും ലാപ്ടോപ്പ് വഴിയൊക്കെയാണ് കുട്ടികൾ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവരുടെ അസൈൻമെൻറ്റും ഒക്കെ അതുവഴിയായി. ഈവൻ എനിക്കറിയാം പല സ്കൂളുകളും ഗൂഗിൾ ക്ലാസ് റൂം പോലുള്ള സൊല്യൂഷൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹോംവർക്ക് ചെയ്യാനും ഓരോ കാര്യങ്ങൾ പഠിക്കാനും അത് അത്രയും എഫക്റ്റീവ് ആണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് അങ്ങനെ ഒരു ട്രാൻസിഷൻ തന്നെ സംഭവിച്ചത്. പക്ഷെ അവിടെ അതിൻ്റെ വേറൊരു വശം എന്നുള്ളത് ഈ കുട്ടികളെല്ലാം പെട്ടെന്നൊരു സമയത്ത് ഈ ഫോണിലോട്ടും ഇൻ്റർനെറ്റിലോട്ടും എത്തിപ്പെട്ടു. പക്ഷെ നമ്മൾ അവിടെ വിട്ടുപോയൊരു കാര്യം എന്നുള്ളത് അവരുടെ സേഫ്റ്റിയാണ് നമ്മൾ വിട്ടുപോയ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് എടുക്കാതിരുന്ന ഒരു സംഭവം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ പ്രയോറിറ്റീസിൽ നമ്മൾ എടുക്കേണ്ടിയിരുന്നു. റീസൺ എന്നുള്ളത് കുട്ടികളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സൈബർ ക്രൈമിന് അല്ലെങ്കിൽ സൈബർ ത്രെറ്റിന് വിധേയമാവുന്നത്. കാര്യം അവരൊരു വൾണറബിൾ സിറ്റുവേഷനിലാണ്. അവർക്ക് പലപ്പോഴും കറക്റ്റ് ജഡ്ജ്മെൻ്റ് എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റിയോ ഒരു പ്രായവും എത്തിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ വിശാലമായ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ലോകത്തോട്ട് എത്തിപ്പെട്ടു. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ പാടത്തിറങ്ങി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ചിരുന്ന സമയത്ത് നിന്ന് മാറി ഇപ്പോൾ PUBG പോലുള്ള ഓൺലൈൻ ഗെയിംസിലാണ് കൂടുതൽ സമയവും അവർ ചിലവഴിക്കുന്നത്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരെണ്ണം എടുത്തു പറയാനാണെങ്കിൽ
നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം. കാര്യം ആ ഒരു കുഞ്ഞു പ്രായത്തിലാണ് അവർക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസാണ്, കുഞ്ഞു സ്ക്രീനാണ്, സ്ക്രീൻ ടൈം കൂടുതലാണ്. മണിക്കൂറോളം അവരെന്ത് ചെയ്യുന്നു, കാർട്ടൂൺ കാണുകയും ഒക്കെ ചെയ്യുന്നു. ഈവൻ ഫുഡ് കൊടുക്കാൻ പോലും കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്താണ് ഫുഡ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെയറിൽ ഒരു ഫോണും കൊടുത്ത് അവിടെ ഇരുത്തും. പാരൻസിന് സ്വസ്ഥമായിട്ട് പോയി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനും ബാക്കി അടുത്ത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റും. അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്നുള്ളത്. സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ കുട്ടികളുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. കണ്ണിന് അത് അത്ര നല്ല അത്ര സുഖകരമായ കാര്യമല്ല. കാരണം നമ്മുടെ വിഷനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതിലുപരി കുട്ടികൾ ആ ഒരു സ്ക്രീൻ അഡിക്ഷനിലോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാര്യം അവരെ കോൺസെൻട്രേഷൻ ഫുള്ള് ആ ഒരു സ്ക്രീനിലും അതിലെന്താണോ കാണുന്നത് അതിലോട്ടും. പിന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളുടെ കാർട്ടൂൺ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. പക്ഷേ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് വയലൻസ് ഉള്ള കാര്യങ്ങളും ഈവൻ അഡൽട്ട് കണ്ടൻസും ആയിരിക്കും കാർട്ടൂണിൻ്റെ രൂപത്തിൽ കാണുന്നത്. അത് ആ കുട്ടിയുടെ കുഞ്ഞു മനസ്സിൽ തന്നെ അതങ്ങ് ഇൻജെക്റ്റ് ആവുക, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ വരും. ഇത് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അല്ല, ഒരു നോർമൽ കുട്ടിയുടെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. നമുക്ക് എങ്ങനെ അവരെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടികളാക്കി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ യൂസേഴ്സാക്കി മാറ്റാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് കുട്ടികൾ കൂടുതൽ ഗെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഏജിൽ തന്നെ കുട്ടികൾ ചെറിയ ഗെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് ഓൺലൈൻ ഗെയിംസിലോട്ട് പല കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ഓൺലൈൻ ഗെയിംസിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം ചില ഗെയിംസിലൊക്കെ എത്ര കൂടുതൽ ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കുകയോ അത്രയാണ് അവന് പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വയലൻസ് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ആ ഒരു പിക്ചറൈസ് ചെയ്യപ്പെടും. അവർ കുഞ്ഞുനാളിൽ നമ്മളിൽ വരുന്ന നമ്മുടെ സ്വഭാവത്തെ ട്യൂൺ ചെയ്യുന്ന ആ ഒരു പ്രായമാണ്. ആ സമയത്ത് വയലൻസാണ് കുട്ടികൾ പഠിക്കുന്നത് ഗെയിമിലൂടെ വഴി. ഇപ്പം നമ്മൾ വെരി റീസെൻ്റ്ലി തന്നെ കുറേ ക്രൈമുകൾ നമ്മൾ കണ്ടു. എത്ര ബ്രൂട്ടലായിട്ടാണ് പല മർഡേഴ്സും പല കാര്യങ്ങളും ചെയ്തത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് അവിടെ ചെറുപ്രായത്തിൽ വന്നതായിരിക്കാം. പക്ഷെ ഇതൊന്നും പാരൻസ് ആണെങ്കിലും പല ആൾക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇനി അതിൻ്റെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഒരു നമ്മുടെ സൈബർ ക്രൈമാണല്ലോ നമ്മുടെ മെയിൻ ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം അഫ്സൽ ഒരു കുട്ടിയാണ്, ഒരു ഓൺലൈൻ ഗെയിം കളിക്കുകയാണ്. ഓൺലൈൻ ഗെയിം അറിയാലോ, കാര്യം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നോ മറ്റൊരാൾക്കും അപ്പുറ സൈഡിൽ നിന്ന് കളിക്കാം. ഞാനൊരു കുട്ടിയാണ്, ഇപ്പം എനിക്കൊരു 35 വയസ്സുണ്ടെങ്കിൽ ഞാനൊരു കുട്ടിയാണ്, 15, 20, 18 വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അഫ്സലുമായിട്ട് ഞാൻ ഗെയിം കളിക്കുവാണെങ്കിൽ അഫ്സലിനെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഞാൻ ആ 12 വയസ്സുള്ള കുട്ടിയാണെന്ന്? പക്ഷെ എൻ്റെ ഇൻറ്റൻഷൻ എന്തായിരിക്കും? അഫ്സലിൻ്റെ കോൺഫിഡൻസ് നേടിയെടുത്ത ശേഷം എന്തോ ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഒരു മലീഷ്യസ് കാര്യം അഫ്സലിനെ കൊണ്ട് ചെയ്യിക്കാനായിരിക്കും. നേരത്തെ പറഞ്ഞ കണക്ക് ചിലപ്പം പൈസ പറ്റിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാക്ക് ചെയ്യാനോ എന്തോ ആകാം. അല്ലെങ്കിൽ ഇനി ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ തന്നെ വേണമെങ്കിലും ആകാം. ഏത് രീതിയിലും ആകാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ അവൻ്റെ പറയുന്ന ഏജിലുള്ളതാണോ എന്ന്. ഈ ഡേഞ്ചർ കാര്യങ്ങളൊന്നും ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതിൽ കൂടുതൽ അവൻ ആ ഗെയിമിലോട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അത് വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾ ഓൺലൈനിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാനിപ്പോൾ പറഞ്ഞ സൈബർ പ്രിഡേറ്റേഴ്സ്. ഇങ്ങനെയുള്ള ദുരുദ്ദേശം കൊണ്ട് കുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടി അവരിൽ നിന്ന് എന്താണ് അവരുദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈവൻ പീഡോഫൈൽസ് പോലും ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കുട്ടികൾ ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ആ ഒരു ഏജിൽ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ആരാണ് ജെനുവിൻ ആരാണ് റോങ് ആയിട്ടുള്ള ആളെന്നുള്ളത്. പീഡോഫൈൽസിൻ്റെ കേസും ചൈൽഡ് പോണോഗ്രഫി എന്നുള്ളത് ഈ ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് യൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ,
ഓൺലൈൻ ഗെയിം പോലുള്ള പ്ലാറ്റ്ഫോംസാണ്. പക്ഷേ കുട്ടിക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റും. ആ ഒരു പ്രായത്തിലോട്ട് അവർ എത്തിയില്ല. അതിനു മുമ്പ് തന്നെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ കേരള പോലീസ് സൈബർ ഡോമിൻ്റെ കീഴിൽ, ഞാൻ മുമ്പ് പറഞ്ഞു കേരള പോലീസ് സൈബർ ഡോം എന്നുള്ളത് കേരള പോലീസ് സൈബർ ഡിവിഷൻ്റെയും കീഴിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. സൈബർ ഡോമിൻ്റെ കീഴിൽ വന്നൊരു ഇനിഷ്യേറ്റീവ്, 2 ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഒന്നാണ് കിഡ് ഗ്ലോബ്, രണ്ടാമത്താണ് കൂട്ട്. ഇത് രണ്ടാണെങ്കിലും ഇത് എൻഷുർ ചെയ്യുന്നത് സ്കൂളുകളിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് സൈബർ ഹൈജീൻ്റെ അവയർനെസ് കൊടുക്കുക എന്നാണ്. ഓരോ സ്കൂളിലും പലതരം ക്ലബ്ബുകളും പലതരം ആക്ടിവിറ്റീസും ഉണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് പാരൻസ്, ടീച്ചേഴ്സ്, കിഡ്സ്, ഇവർ 3 പേരും ചേർന്നുള്ളൊരു ഇക്കോസിസ്റ്റമാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പലതരം പ്രോഗ്രാംസിലൂടെയും അവയർനെസ്സിലൂടെയും നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ ഒരുപാട് എൻകറേജ് ചെയ്യുക. കുട്ടികൾ ഇതിലൊക്കെ പങ്കെടുക്കാനും ഇതിൻ്റെയൊക്കെ പാർട്ടാവാൻ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും അവർക്ക് നല്ലൊരു ഒരു ഓൺലൈൻ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലോട്ട് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അവസാനത്തെ ഒറ്റ കാര്യമുള്ളത്, ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം ഏതൊക്കെ വിഷയം തിരഞ്ഞെടുക്കണം, എന്തെല്ലാം കോഴ്സ് സാധ്യതകളുണ്ട്, ഒപ്പം ഇതിൻ്റെ ഒരു തൊഴിൽ സാധ്യത എത്രത്തോളം വിപുലമായി നമുക്ക് ഇതിൻ്റെ സാധ്യതകളുണ്ട് എന്നുള്ളത് സംസാരിക്കാം. സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, കാര്യം ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പം ഏത് ടെക്നോളജി മാറി വന്നാലും പണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു മെയിൻ ഫ്രെയിം പോലുള്ള ഏരിയയിൽ നിന്ന് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ജനറേറ്റീവ് യുഗത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഏതാണെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഡൊമെയിനാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു സൈബർ ലോകത്താണ്. അപ്പം അവിടെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നമുക്ക് എത്രമാത്രം സെക്യൂരിറ്റി ആവശ്യമുണ്ടോ അതുപോലെ തന്നെയാണ് സൈബർ വേൾഡിലും നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ആവശ്യം എന്നുള്ളത്. സോ സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് അത്രയും റെലവൻറ്റും അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡൊമെയിനാണ്. ഇപ്പോൾ 10th കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഇപ്പം പലതരത്തിലുള്ള എൻജിനീയറിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലാണെങ്കിലും ബാക്കി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കീഴിലാണെങ്കിലും ബിടെക് ലെവലിൽ തന്നെ സൈബർ സെക്യൂരിറ്റിനുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ജനറലായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്നേ അവർ പഠിക്കുന്നുണ്ട് സൈബർ സെക്യൂരിറ്റിയുടെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ നമ്മുടെ അസാപ്പ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് അസാപ്പ് കേരള, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള പലതരം സർട്ടിഫിക്കേഷൻ കോഴ്സുകളും പിന്നെ പ്രൈവറ്റായിട്ട് കുറേ സർട്ടിഫിക്കേഷൻ ഏജൻസികളൊക്കെ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ബേസ് കിട്ടും. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റി ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല നമ്മൾ നാളെ കാണുന്നത്. ഇത് ഭയങ്കര ഡൈനാമിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പം ഞാനൊക്കെ പല തമ്മിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത്, ഈവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് പോലും ഇതിൽ ഇൻട്രസ്റ്റായി സ്വയം പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്താണ് സൈബർ സെക്യൂരിറ്റി, എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എൻ്റെ ഫോൺ സെക്യൂർ ആക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹാക്കിംഗ് നടക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം. കാര്യം ഇപ്പം നമ്മുടെ പല ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള പല ഓർഗനൈസേഷൻസും ബഗ് ബൗണ്ടി എന്നുള്ളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതേപോലെ റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ പ്രോഗ്രാം. അതായത് ഇപ്പം ഞാൻ അവരുടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഒരു ആപ്ലിക്കേഷനിൽ ഒരു സെക്യൂരിറ്റി ഫ്ലോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ നോക്കും അത് എത്രമാത്രം സിവിയർ ആണ്. അതിനെ ബേസ് ചെയ്ത് എനിക്ക് റിവാർഡ് കിട്ടും. നമ്മൾ പത്രത്തിലേക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആപ്പിൾ 8 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ മൈക്രോസോഫ്റ്റ് കൊടുത്തു എന്നുള്ള ന്യൂസെല്ലാം കണ്ട്. ഇതെല്ലാം കുട്ടിയൊക്കെ ആക്ച്വലി ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ ഏരിയാസാണ്. ഈ ബഗ് ബൗണ്ടി പോലുള്ള പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുട്ടികളെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളത് ബിടെക് ആണെങ്കിലും എംടെക് ആണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും ഈ പ്രോഗ്രാംസൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിനവരെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പം ഇൻ്റർനെറ്റ് എന്നുള്ളത് വാസ്റ്റാണ്, എല്ലാവർക്കും ആക്സസിബിളാണ്. സോ
ആ ഇൻ്റർനെറ്റിൽ ഒരുപാട് റിസോഴ്സസും ഒരുപാട് ട്രെയിനിങ്ങും ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ഉണ്ട്. അതുവഴി അവർക്കത് റെഫർ ചെയ്യുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ഇനിഷ്യേറ്റീവ്സ് ആയാലും അവർക്ക് പഠിക്കാനും പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞത് കേരള പോലീസിൻ്റെ സൈബർ ഡോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കേരള പോലീസ് സൈബർ ഡോമിൻ്റെ ഇനിഷ്യേറ്റീവ്, സൈബർ ഡോം എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ്. നമുക്കതിൻ്റെ കീഴിൽ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് പല മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ളവരും ആ ഒരു മേഖലയിൽ എക്സ്പെർട്ട് ആവാൻ അല്ലെങ്കിൽ അവർ ആ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇപ്പം സ്റ്റുഡൻസ് തൊട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് വരെയുണ്ട്. ഇവർക്കെല്ലാം ഇപ്പം സൈബർ ഡോം പോലുള്ള ഓർഗനൈസേഷൻ്റെ പാർട്ടാവാം. ആ പാർട്ടായി കഴിഞ്ഞാൽ ഒരു വോളണ്ടർഷിപ്പാണ്, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമുക്കതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പല ഇനിഷ്യേറ്റീവ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, പല ആൾക്കാരുമായിട്ട് ഇൻഡസ്ട്രി എക്സ്പെർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൊമെയിനിലോട്ട് ജോലി നോക്കുന്ന അല്ലെങ്കിൽ അതിലോട്ട് കരിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ കോൺഫറൻസുകളാണ്. ഇപ്പം ഇവിടെ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ഒരു 18 വർഷമായി നടക്കുന്ന ഒരു ഇന്ത്യസ് ലോങ്ങസ്റ്റ് റണ്ണിങ് കോൺഫറൻസാണ് കൊക്കൂൺ. കൊക്കൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ സെക്യൂരിറ്റി ലീഡേഴ്സും പ്രൊഫഷണൽസും പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസാണ്. ഇങ്ങനെയുള്ള കോൺഫറൻസിൻ്റെ ഉപയോഗം എന്നുള്ളത് നമുക്ക് എന്താണ് ഇപ്പം റെലവൻറ്റ്, എന്താണ് ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത്, ഇപ്പോൾ എന്താണ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അതിലുപരി നമുക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എല്ലാം നെറ്റ്വർക്കിംഗ് ആണ് ഈ ഒരു ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നുള്ളത്. നമ്മൾ ആ നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം, നമുക്ക് മെൻറ്റർഷിപ്പ് കിട്ടും, നമുക്ക് ഗൈഡൻസ് കിട്ടും. അത് നമ്മുടെ കരിയറിനെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പം ഈ വർഷത്തെ കോൺഫറൻസ് ഒക്ടോബറിലാണ് നടക്കുന്നത്, കൊക്കൂൺ എന്നുള്ളത്. അത് ഒരുപാട് പേര്, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കരിയറിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്.